അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് വെക്കണം. ഞാൻ കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. അപ്പം രണ്ട് ലുക്കാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് നടക്കുക എന്നറിയില്ല. ആഗ്രഹിക്കുന്ന രണ്ട് ലുക്ക്, ഒന്ന് സാരി, ഒന്ന് ഇങ്ങനെ ഒരു ഉടുപ്പ് പോലുള്ള ആ ഒരു ഇതിലാണ്. അപ്പം സാരി ഫസ്റ്റ് കാണിച്ചു തരാവേ. സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് ഞാൻ എന്താ പറയുക വാങ്ങിയിട്ടുള്ളത്. എന്താണ് വർക്കൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി. അതിന് ഈ ഒരു കളറ് ബ്ലൗസാട്ടോ. ഇതുണ്ടോ, ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇടുക. അപ്പം എല്ലാവർക്കും കുറച്ചുകൂടെ മനസ്സിലാവുക എത്രത്തോളം മാച്ചാവുന്നുണ്ട്. ഇത് മാച്ചാണോന്ന് എനിക്ക് അറിയില്ല, എന്നാലും എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്താട്ടോ. ഇനി അടുത്ത ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു കളറായിട്ടോ ഡ്രസ്സ് വരുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ വരുന്ന കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ പ്രത്യേകം എടുത്തൊന്നുമല്ല, ഇത് ഞങ്ങളുടെ റിസപ്ഷന്റെ ഡ്രസ്സാണ്. അത് എന്താ പറയാ, ഒരുപാട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഉപയോഗിക്കില്ല. നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കുള്ളൂ. വെറുതെ കളയണ്ട, പൈസ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഈ അലമാര നോക്കിയപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടു. ഞാൻ അത് ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ആവുന്നുണ്ട് വയറിനൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ മതി, വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന്. അപ്പോൾ ഡ്രസ്സ് ഇതൊക്കെ കേട്ടോ. ഇനി കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബാഗ് വേണം കേട്ടോ കൊണ്ടുപോകാനുള്ള. അപ്പം ഒരു വേണമെങ്കിൽ ഒരു അലമാരയുടെ ഇത് വേണമെങ്കിൽ കാണിക്കാമല്ലേ, ഉള്ളിൽ എന്താ ഉള്ളത്. ഇതിനകത്ത് ഞാൻ ബാഗ്, പിന്നെ എന്താ പറയുക കുറേ ബാഗുകളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചതാണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ കാലിങ്ങനെ മടക്കിയിരുന്നപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി പോയി, അതാണ് വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു കളിക്കകത്ത് കുറേ ബാഗ് കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഫയല്, പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കുക്കിംഗ് പഠിച്ചപ്പോൾ ചെറുപ്പത്തിൽ വാങ്ങി വെച്ച ബുക്കാട്ടോ ഇത്. പച്ചമുളക് വറ്റൽ, സൂപ്പുകൾ, ജ്യൂസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വാങ്ങിയ എന്താ പറയുക ബുക്കാണ്. പിന്നെ ഇതെൻ്റെ വണ്ടീൻ്റെ RC ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ബുക്കുകളില്ലായിരുന്നോ, അങ്ങനത്തെ കുറേ ബുക്കുകൾ, ഓട്ടോഗ്രാഫുകൾ പഠിക്കാനുള്ളതൊക്കെ. പിന്നെ മാധവിക്കുട്ടിയുടെ നഷ്ടനീലാംബരി, അങ്ങനത്തെ കുറേ ബുക്കുകൾ. MS ഓഫീസ്, ഞാൻ പഠിച്ച കുറച്ച് ആവശ്യമുള്ള ബുക്കുകൾ. പിന്നെ ഈ ഒരു പെട്ടി എടുക്കാനാവുമെന്ന് അറിയില്ല. പിന്നെ ഈ പൊടി ഭയങ്കര അലർജി ആട്ടോ, അതൊക്കെ കുറേ എടുത്തിട്ട്. ലെൻസ്, ഇത് നമുക്ക് എന്തായാലും എടുത്തു വെക്കാം. നമുക്ക് അവിടെ പിന്നെ ആവശ്യം വരികയാണെങ്കിൽ അന്ന് നാളെ മറ്റന്നാൾ യൂസ് ചെയ്യാമല്ലോ. പിന്നെ പല കളറുള്ള പൊട്ടുകൾ, ഞാൻ പൊട്ട് അങ്ങനെ സ്റ്റിക്കർ പൊട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനത് ഇതിനകത്ത് വെച്ചു. പിന്നെ ഇത്രയും ഇത് പൊട്ടുകളാട്ടോ, ഇതൊക്കെ ഞാൻ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ വാങ്ങിയ പൊട്ടുകളാണ്. ഒറ്റ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കർ പൊട്ടുകളോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഐലൈനർ കൊണ്ട് ഒരു കുത്തൊക്കെ വിടാറുള്ളൂ. അപ്പോൾ ഇത്രയും പല ടൈപ്പ് പൊട്ടുകളുണ്ട് കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ ഇഷ്ടത്തിന് വാങ്ങുന്നതാണ്, പിന്നെ ഉപയോഗിക്കൂല. ഇതൊക്കെ കല്യാണത്തിന് വാങ്ങിയ പൊട്ടുകളാണ്. അപ്പം ഇത് പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് സജിനയുടെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഹാപ്പി ബർത്ത്ഡേ എന്ന് തൂക്കാൻ വേണ്ടി. ഞാൻ തൂക്കാൻ സമ്മതിച്ചില്ല, ചെറിയ കുട്ടികളെ പോലെ ആക്കുന്നതുകൊണ്ട്. പിന്നെ ഇതിങ്ങനെ ഈ ഒരു സംഭവം ഇത് ആവശ്യം വരും. ഇത് മാറ്റി വെക്കാം. ഇതൊക്കെ ഞാൻ ഹോസ്റ്റലിലുള്ളപ്പോൾ കാലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം കേട്ടോ. ഐലാഷ്, ഇതും ചിലപ്പോൾ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഐലാഷ് കുറേ ഉണ്ട്. സ്ലൈഡ്, പിന്നെ ഇത് നമ്മുടെ ബ്രൈഡ് ടു ബി എന്ന സംഭവം ഇങ്ങനെ ഇടുന്നേ. ഇത് എൻ്റെ പ്രഗ്നൻസിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു ആവുമെന്നും, പക്ഷെ പെട്ടെന്നായതുകൊണ്ട് ഇത് ആവശ്യം വന്നില്ല. ഇതിനിപ്പോൾ അടുത്തൊന്നും ആവശ്യം വരില്ല. അതെ, അപ്പോൾ ഇത് അങ്ങനെ തന്നെ തിരിച്ചു വെക്കാം നമുക്ക്.
ഇത് രണ്ടും തുറക്കുന്നില്ല. ഇതിനകത്ത് രണ്ടിലും ഇത് എന്റെ ഡ്രസ്സ്, ഇതിൽ സച്ചിനേട്ടന്റെ ഇതിൽ കുറച്ചുണ്ട്, പിന്നെ അപ്പുറത്തകത്ത് കുറച്ചുണ്ട്. ഇതിനകത്ത് പിന്നെ വരുന്നത് ഈ ഒരു ഇതിൽ വരുന്നത് അധികം മെഡിസിൻ കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ സംഭവം, ഇത് മുറിഞ്ഞാലടിക്കുന്ന സ്പ്രേ അല്ലേ, അത് ഹണി, സബോളിൻ അങ്ങനത്തെ ഒക്കെ കേട്ടോ. പിന്നെ വേറൊരു സാധനം, ഈ ഒരു സാധനം കേട്ടോ. ഇത് ഞാൻ പണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ. ആദ്യമൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഉപയോഗിക്കാറില്ല. ഇത് അയക്കണോ, അയച്ചു നോക്കണോ? ഇങ്ങനത്തെ പല കളറും കേട്ടോ. കുറെ ഉണ്ടായിരുന്നു, കുറെ നന്ദയും പൊന്നും ഒക്കെ കുറെ എടുത്തു. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ കോട്ടൺ, മറ്റേ ബാൻഡേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നില്ല, മറ്റേ സച്ചിനായിട്ട് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന ഇതാണ്. ഇതെന്താ, ഇത് നമ്മുടെ ബാത്റൂമിൽ ഇടില്ലേ തട്ട, ആ ഒരു സാധനം. ഇതിനകത്ത് പിന്നെ എൻ്റെ ഫുൾ മേക്കപ്പ് സാധനങ്ങളാട്ടോ. ഇത് സെറ്റിംഗ് സ്പ്രേ, മറ്റേ ഇതില്ലേ അങ്ങനത്തെ പൗഡർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് വരുന്നത്. പിന്നെ നേരെ മുകളിലോട്ട് പോയാൽ ഇവിടെ എൻ്റെ മാല, വള, കമ്മൽ അങ്ങനത്തെ ഒക്കെ. ഇത് വാച്ചുകൾ കേട്ടോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ എൻ്റെ ഇത് കണ്ടോ മുടി, ഇത് കല്യാണത്തിന് വാങ്ങിയ മുടിയാട്ടോ. പിന്നെ അങ്ങനത്തെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണ് എനിക്ക് തന്നെ അറിയില്ല, അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസുകൾ. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് അവിടത്തേക്ക് ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മുടെ കയ്യിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. അവിടുന്ന് അവരുടെ കയ്യിലുള്ളതും കൂടെ നോക്കിയിട്ട് ഇടാലോ. ഇതിനകത്ത് എനിക്കൊന്ന് വളകളാകും. എൻ്റെ വളകൾ എന്നുവെച്ചാല് പല കളറിലെ വളകൾ. കുപ്പിവള വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. നാളെ ഞങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്. കിട്ടിയില്ല, ഇതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് പച്ച കളറുള്ള ഇങ്ങനത്തെ വള. പിന്നെ ഇതിന്റെ കളർ എനിക്കറിയില്ല, ഒരു കളറുള്ള വള. പിന്നെ ഗോൾഡൻ കളറുള്ള വളകൾ കേട്ടോ. ഇങ്ങനത്തെ ഗോൾഡൻ കളറിലെ കുറെ വളകൾ. ഇതിനകത്ത് ഈ കളർ വരുന്ന കമ്മലുകളാട്ടോ, സിൽവർ കളർ വരുന്ന കമ്മലുകള്. ഈ ഒരു മാല ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് കമ്മലുകൾ കൂടുതലുണ്ടാവും, ഒരുപാട് കമ്മലുകളുണ്ട് അതിൻ്റെ അടുത്ത്. അതെ, അപ്പൊ നമുക്ക് സിൽവർ കളർ വേണ്ടല്ലോ, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഇതൊക്കെ സിൽവർ കളറായിരുന്നു. ഇത് വരുന്ന എൻ്റെ ഗോൾഡൻ കളറിലെ കമ്മലുകളാട്ടോ. ആന്റിക് അങ്ങനത്തെ കമ്മലുകളുണ്ടാവില്ലേ, ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ പാവാടയും ബ്ലൗസിൻ്റെ ഉള്ളിട്ട് ഇടാൻ പറ്റുന്ന കമ്മലുകള്. ഈ ഒരു മാല ഞാൻ ഇപ്പം എടുത്ത് വാങ്ങിയതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. എല്ലാവരും കണ്ടിട്ടുണ്ട്, മീഷോയിലൊക്കെ അധികമുള്ളൊരു മാലയാണ് ഇങ്ങനത്തെ ഒരു മാല. ജിമിക്ക്, ഇങ്ങനത്തെ ജിമിക്കാട്ടോ വരുന്നേ. അടുത്ത വരുന്നത് ഇത് ഗോൾഡൻ കളർ വരുന്ന കേട്ടോ. കുറേ കമ്മലുണ്ട്. ഇതെൻ്റെ റിസപ്ഷൻ്റെ കമ്മലായിരുന്നു. ഇത് പിന്നെ ഒരു പച്ച ജിമിക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജിമിക്കി. ഈ കമ്മലിന്റെ സിൽവർ കളറും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കമ്മലുകളുണ്ട്. പിന്നെ ചുട്ടി കല്യാണത്തിന് ഉള്ളതാട്ടോ ഇത്. ഈ ഒരു സാധനം ഇതും എന്തായാലും നമുക്ക് എടുക്കാം, എന്തായാലും വെറുതെ എടുക്കാമോ. പിന്നെ ഈ ഒരു ഇതിനകത്ത് വരുന്നത് എൻ്റെ മാമി തന്നതാണ്. നല്ല സേല, നല്ല സാധനം. ഇതും എടുക്കാം വേണമെങ്കിൽ. ഇത് പൊന്നൂൻ്റെ കേട്ടോ, നമ്മുടെ തലയിൽ ഇങ്ങനെ വെക്കുന്ന
ഈ ഒരു സാധനം. പിന്നെ ഇതിനകത്തുള്ളത് ചെറിയ ചെറിയ കമ്മലുകൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ കമ്മലുകൾ, അങ്ങനത്തെ ഒക്കെയാണ്. ചെറിയ ചെറിയ വെച്ചാൽ അധികം തൂക്കമൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഈ ഒരു കമ്മല്, അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ കമ്മലുകൾ കേട്ടോ. ഇതിനകത്തുള്ളത് മറ്റേ കല്ല് വെച്ചിട്ടുള്ള കമ്മലുകളാണ്. ഇത് സത്യത്തിൽ പൊന്നൂന്റെ കമ്മലാട്ടോ. ഞാൻ കല്യാണത്തിന് അവളോട് വാങ്ങിയതാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ അവൾ അന്ന് വാങ്ങിയ മാലയെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കമ്മലും ഈ ഒരു മാലയും ഞാൻ പൊന്നൂന്റെ അടുത്ത് അടിച്ചു മാറ്റിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ തലേ ദിവസത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഈ കമ്മല്. വലിയ രസല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇടാൻ എനിക്കിഷ്ടമല്ല. ഇതിനകത്ത് ഇതെന്റെ വയറിന് കൊള്ളൂലല്ലോ. ഇപ്പൊ ഇതെന്റെ വയറിന് സെറ്റ് ആവില്ല. അരപ്പട്ടായിരുന്നു കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളറും ഈ ഒരു ഡിസൈനും ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാ. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ക്വാളിറ്റിയുള്ള സംഭവം കിട്ടും. ഇതേപോലെയാണ്. അടുത്തത് അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു മാലയാട്ടത്. ഈ ഒരു മാല ഇത് അടിപൊളി. ഇതിന്റെ കമ്മൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതും അടിപൊളി ഒരു മാല കേട്ടോ. ഇനി ഇതൊക്കെ കല്യാണത്തിന്റെ ടൈമിന് വെറുതെ വാങ്ങിയതാണ്. വെറുതെ അല്ല, ഉപയോഗിക്കാൻ എനിക്ക് ഓർമ്മയില്ല. ചെറിയൊരു മാല കേട്ടോ. മാലയും ഇതെനിക്ക് ഓർമ്മയില്ല. കുറച്ച് ഞാൻ എവിടുന്നോ പോയപ്പോൾ വാങ്ങിയൊരു സെറ്റ് കമ്മലാട്ടോ ഈ ഒരു സാധനം. ഇതിനകത്ത് പിന്നെ ഫുൾ ഗോൾഡൻ കളറിന്റെ വലിയ കമ്മലുകൾ, ജിമിക്കുകള്, ഇതൊക്കെ വലിയ ജിമിക്ക ഹലോ. ഒറ്റ തവണ പോലും ഞാൻ യൂസ് ചെയ്യാത്ത ഇതൊക്കെ. പിന്നെ ഈ ഒരു കമ്മല് ഇത് ഞാൻ വാങ്ങി ഏകദേശം 2000 സംതിങ് രൂപയുണ്ട്. 3000 രൂപയുടെ അടുത്ത് പൈസ ഉള്ള ഒരു കമ്മലാണ്. എന്തോ ഗോൾഡ് പൂശിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഞാൻ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ ഈ ഒരു സാധനം പൊട്ടിയിട്ടായിരുന്നു വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അവരോട് റിട്ടേൺ അയച്ചു തരാം, വീഡിയോ എടുത്തു വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. കല്യാണത്തിൻ്റെ കുറച്ചടുപ്പിച്ച് വാങ്ങിയതായിരുന്നു, കല്യാണത്തിന് ഇടാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഭയങ്കര സങ്കടമായിപ്പോയി കമ്മൽ. എനിക്കിടാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ഇത് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അയ്യോ പൊടിയാണ്. എൻ്റെ വാച്ചാണ്. ഇതിൽ വാച്ചുണ്ട് കേട്ടോ. ഇതെനിക്ക് കുഞ്ഞൻ തന്നതാണ്. സച്ചിനേട്ടൻ്റെ ഫ്രണ്ടാട്ടോ തന്ന വാച്ചാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിനകത്തുണ്ട്. ഇതിനകത്ത് മുടി വരുന്നുണ്ട് കേട്ടോ. പൊന്നു കല്യാണത്തിന് എനിക്ക് വാങ്ങിയതായിരുന്നു. ഇതെന്തായാലും കൊണ്ടുപോകണം, നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മുകളിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ്. അന്ന് നമ്മൾ എന്തായാലും എടുക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് പാക്ക് ചെയ്തിട്ട് എടുത്തു വെക്കണം. ഇതൊക്കെ നമുക്ക് തിരിച്ചു വെച്ചിട്ട് ബെയിനകത്തേക്ക് പാക്ക് ചെയ്യാം. ഡ്രസ്സ്, ഓർണമെന്റ്സ് പിന്നെ അതുപോലെ തന്നെ മുടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കാണിക്കാന്ന്. പിന്നെ അലമാര തുറന്നു പോയി വെച്ചാൽ അലമാരക്കകത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കുറേ പേര് അങ്ങനത്തെ വീഡിയോ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ചെയ്താട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ച് ഒരു പ്രശ്നമില്ലാതെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.